പോയി കിണറ്റിൽ വീണു. വീണതിന് ശേഷം ഇന്ന് ഞാനും അതുപോലെ പല മദ്യപാനം മയക്കുമരുന്നും കണ്ടിട്ട് മനുഷ്യനായി മരിക്കപ്പെട്ട് ക്രൂശിൽ സകല രക്തവും തന്ന് ഒരേ ഒരു ദൈവം മാത്രമേ, അത് യേശു ക്രിസ്തു മാത്രമാണ്. എന്റെ ഒത്തിരി കൂട്ടുകാരന്മാർ ഇന്നും മദ്യപാനത്തിലും മയക്കുമരുന്നുകളിലും കഞ്ചാവിലും അടിച്ചാൽ എങ്ങനെ രക്ഷപ്രാപിക്കാൻ കഴിയുമെന്ന് നെടുവാർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് നോക്കണമേ, ശബ്ദത്തെ കുറിച്ച് അർജുന എന്നുള്ള ഒരു വിളിയെ ഞാൻ കേട്ടു. പാപത്തിൽ നിന്ന് രക്ഷപ്രാപിക്കണമെങ്കിൽ ഞാൻ മാത്രമാണ് വഴിയും സത്യവും ജീവനും എന്നുള്ള ഒരു ശബ്ദം ഞാൻ കേൾക്കുവാനിടയായി. ആ ശബ്ദമാണ് എന്നേക്കും എന്നെ നിത്യമായ ആ ലഹരികളുടെ നടുവിൽ നിന്നും, മദ്യത്തിന്റെ നടുവിൽ നിന്നും, കഞ്ചാവിന്റെ നടുവിൽ നിന്ന് വിടുവിക്കുവാനിടയായത്. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആരെടുത്ത് ചോദിച്ചാലും പറയുവാനിടയാകും. പാപത്തിന് ശമ്പളം മരണമാണ്. എന്താണ് മരണം? ഈ ലോകത്തിൽ കിട്ടുന്ന മരണമാണോ? അതല്ല, ഒരു മരണമുണ്ട്. വിശുദ്ധ ബൈബിൾ പ്രകാരം പറയുന്നു, വെളിപ്പാട് പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്. അതിലിങ്ങനെ പറയുന്നു, രണ്ടാമത്തെ മരണമുണ്ട്. ആ രണ്ടാമത്തെ മരണം എന്താണെന്ന് അറിയുമോ? ആ രണ്ടാമത്തെ മരണമാണ് നിത്യമായ നരകം. ആ നിത്യമായ നരകത്തിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ നീ ജീവനോടെ ഉള്ളപ്പോൾ തന്നെ സ്വന്തം രക്ഷിതാവും പിതാവുമായി ഏറ്റുകൊള്ളണം. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പലവിധമായ കർത്താവേ, അപ്പാ വ്യക്തികൾ കർത്താവേ ദേശത്തുണ്ട്. കർത്താവേ സ്തോത്ര, എവിടെയാണ് എനിക്ക് സമാധാനം, എവിടെയാണ് എനിക്ക് ആശ്വാസം എന്ന് ഉള്ളങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവേ. എന്നാൽ രാജാവേ അപ്പാ സ്തോത്ര, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ കർത്താവ് വിശ്വസിക്കത്തക്കവണ്ണം അപ്പാ ഹല്ലേലൂയ സ്തോത്രം. ലോകം കത്തി നശിക്കും, ദൈവത്തിൻ ന്യായവിധിനാലത്, പാപത്തിൻ ശിക്ഷയിന്നാലത്. ഭൂമി കുലുങ്ങണം, പാറ പിളർന്നിടും, മാമലകളെല്ലാം മദ്യപാനത്തിനും മയക്കുമരുന്നിനും അതേ രണ്ടുപേർ കുടിച്ചതിന് ശേഷം രണ്ടുപേർ കമ്പനി കൂടി വന്നിവിടെ ഇരിക്കുവാനിടയായി. ഒരു പോലീസ് വണ്ടി വന്നെന്ന് കണ്ടിട്ട് അതിനെ കണ്ട് പേടിച്ച് രണ്ടുപേരും ഓടിയതാ. ഓടിയപ്പോൾ ഒരുത്തൻ പോയി കിണറ്റിൽ വീണു. വീണതിന് ശേഷം കൂടെ ഉണ്ടായിരുന്നവൻ കണ്ടിട്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞു വന്ന് അന്വേഷിച്ചു വന്ന് കണ്ടപ്പോൾ ആ വ്യക്തി കിണറ്റിൽ മരിച്ചു കിടക്കുകയാണ്.
നോക്കണം പ്രിയപ്പെട്ടവർ, എന്റെ കൂടെ കളിച്ചു നടന്നവനാ, എന്റെ കൂട്ടുകാരനായിരുന്നു. നോക്കാവെല്ലാം മരിച്ച ഒരു കാലഘട്ടത്ത് മരിച്ചു പോകേണ്ടവനായിരുന്നു. അങ്ങനെ ഇരുന്നിട്ടും ആ ചെറുപ്പം കാലഘട്ടത്തിൽ തന്നെ എങ്ങനെയാണ് ഇതുപോലെ ഒരു രക്ഷയുടെ മാർഗത്തെ കുറിച്ച് പറയുവാനും ഏറ്റെടുക്കുവാനും മനസ്സിലായതെന്ന് നിങ്ങൾക്കറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളോടെല്ലാം പറയുവാൻ കഴിയുന്ന എന്റെ ജീവിത അനുഭവം തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. യേശുക്രിസ്തു എങ്ങനെയാണ് ഒരു സമാധാനമാകുന്നതെന്ന് ചിന്തിക്കാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളോട് പറയട്ടെ, യേശുക്രിസ്തു എങ്ങനെയാണ് ഒരു വഴിയും സത്യം ജീവനുമാകുന്നതെന്ന് അറിയുമോ? ആമേൻ. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ മനുഷ്യനായി മരിക്കപ്പെട്ട് ക്രൂശിൽ സകല രക്തവും തന്ന് ഒരേ ഒരു ദൈവം മാത്രമേ, അത് യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തെ അവൻ നോക്കുന്ന രക്തത്തെ സംബന്ധിച്ച് അവൻ പാപമില്ലാത്തവനായി ആ യേശുക്രിസ്തുവിന്റെ രക്തത്തെ സംബന്ധിച്ച് ഇന്ന് ലോകപ്രകാരം ചില പാപങ്ങളെ ചെയ്ത് പാപകരമായി ജീവിച്ച് നാം ഒരു നാൾ മരിക്കപ്പെട്ടാൽ യുഗമായി നിത്യമായ സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്നു. അവൻ പോയതുപോലെ യേശുക്രിസ്തു വേഗം ഈ ഭൂമിയിലേക്ക് വരുവാനിടയാകും.